ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അതിനോ PSCയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2024 ഡിസംബർ മാസത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് വൺ, വുമൺ ടെന്നീസ് അസോസിയേഷൻ അതായത് WTA 2024 ഏറ്റവും മികച്ച വനിതാ താരമായി തിരഞ്ഞെടുത്തത് ആരെയാണ്? ബെലാറസ് താരമായ ആര്യാന സെബലങ്കയാണ്. ഓർത്തുവയ്ക്കുക, വുമൺ ടെന്നീസ് അസോസിയേഷൻ WTA 2024 ഏറ്റവും മികച്ച വനിതാ താരമായി തിരഞ്ഞെടുത്ത വ്യക്തിയാണ് ബെലാറസ് താരമായ ആര്യാന സെബലങ്ക. ഈ ഒരു പുരസ്കാരം ആദ്യമായിട്ടാണ് ആര്യാന സെബലങ്കയ്ക്ക് ലഭിക്കുന്നത്. അതുപോലെ 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ്, US ഓപ്പൺ ടെന്നീസ് തുടങ്ങിയവയിലെല്ലാം കിരീടം നേടിയത് ആര് തന്നെയാണ്? ആര്യാന സെബലങ്ക തന്നെയാണെന്ന് ഓർത്തുവയ്ക്കുക. അപ്പോൾ വുമൺ ടെന്നീസ് അസോസിയേഷൻ WTA 2024 ഏറ്റവും മികച്ച വനിതാ താരമായി തിരഞ്ഞെടുത്ത വ്യക്തിയാണ് ബെലാറസ് താരമായ ആര്യാന സെബലങ്ക. ഈ ഒരു പുരസ്കാരം ആദ്യമായിട്ടാണ് ആര്യാന സെബലങ്കയ്ക്ക് ലഭിക്കുന്നത്. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ്, US ഓപ്പൺ ടെന്നീസ് തുടങ്ങിയവയിലെല്ലാം കിരീടം നേടിയത് ആര്യാന സെബലങ്കയാണെന്ന് ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, ഉസ്ബെക്കിസ്ഥാനിൽ നടന്ന 2024 മൂന്നാം ഇൻ്റർനാഷണൽ പ്രസിഡന്റ് കപ്പ് ചെസ്സിൽ കിരീടം നേടിയ മലയാളി താരം ആരാണ്? നിഹാൽ സരീൻ. ഓർത്തുവയ്ക്കുക, ഉസ്ബെക്കിസ്ഥാനിൽ നടന്ന 2024 മൂന്നാം ഇൻ്റർനാഷണൽ പ്രസിഡന്റ് കപ്പ് ചെസ്സിൽ കിരീടം നേടിയ മലയാളി താരമാണ് നിഹാൽ സരീൻ. നെക്സ്റ്റ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത് ഗവർണറായി നിയമിതനായത് ആരാണ്? സഞ്ജയ് മൽഹോത്ര. ഓർത്തുവയ്ക്കുക, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത് ഗവർണറായി നിയമിതനായ വ്യക്തിയാണ് സഞ്ജയ് മൽഹോത്ര. മുൻ റവന്യൂ സെക്രട്ടറിയും ധനകാര്യ സേവന സെക്രട്ടറിയുമായിരുന്ന വ്യക്തിയാണ് സഞ്ജയ് മൽഹോത്ര. ഓർത്തുവയ്ക്കുക, അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത് ഗവർണറായി നിയമിതനായ വ്യക്തിയാണ് സഞ്ജയ് മൽഹോത്ര. അദ്ദേഹം ആരായിരുന്നു? മുൻ റവന്യൂ സെക്രട്ടറിയും ധനകാര്യ സേവന സെക്രട്ടറിയുമായിരുന്ന വ്യക്തിയായിരുന്നു സഞ്ജയ് മൽഹോത്ര. ഓക്കെ, നമ്മളിവിടെ പറഞ്ഞു റിസർവ് ബാങ്കിൻ്റെ 26ാമത് ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര എന്നാണ് പറഞ്ഞത്. അപ്പോൾ 25ാമത് RBI ഗവർണർ ആരായിരുന്നു? ശക്തികാന്ത ദാസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത് ഗവർണറായി നിയമിതനായത് സഞ്ജയ് മൽഹോത്ര. RBIയുടെ 25ാമത് ഗവർണറാണ് ശക്തികാന്ത ദാസ്. നെക്സ്റ്റ്, മഹാരാഷ്ട്രയുടെ പുതിയ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് ആരാണ്? ദേവേന്ദ്ര ഫട്നവിസ്. മഹാരാഷ്ട്രയുടെ പുതിയ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് ദേവേന്ദ്ര ഫട്നവിസ് ആണ്. അദ്ദേഹം 3ാം തവണയാണ് മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയായി അധികാരത്തിലെത്തുന്നത്. അപ്പോൾ അതുകൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. മഹാരാഷ്ട്രയുടെ പുതിയ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത വ്യക്തിയാണ് ദേവേന്ദ്ര ഫട്നവിസ്. അദ്ദേഹം 3ാം തവണയാണ് മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ടൈം മാഗസിൻ 2024 പേഴ്സൺ ഓഫ് ദ ഇയറായി തിരഞ്ഞെടുത്തത് ആരെയാണ്? അമേരിക്കൻ പ്രസിഡൻ്റായ ഡൊണാൾഡ് ട്രംപിനെയാണ്. ഓക്കെ, ടൈം മാഗസിൻ 2024 പേഴ്സൺ ഓഫ് ദ ഇയറായി തിരഞ്ഞെടുത്തത് ആരെയാണ്? അമേരിക്കയുടെ 47ാമത് പ്രസിഡൻ്റായ ഡൊണാൾഡ് ട്രംപിനെയാണ്. ഡൊണാൾഡ് ട്രംപിനെ 2ാം തവണയാണ് ടൈം മാഗസിൻ പേഴ്സൺ ഓഫ് ദ ഇയറായി തിരഞ്ഞെടുക്കുന്നത്. ഇതിനു മുൻപ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡൻ്റ് ആയിരുന്നപ്പോഴും ടൈം മാഗസിൻ പേഴ്സൺ ഓഫ് ദ ഇയറായി തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നുകൂടി ഒന്ന് ഓർക്കുക. ടൈം മാഗസിൻ 2024 പേഴ്സൺ ഓഫ് ദ ഇയറായി തിരഞ്ഞെടുത്ത വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ്. ഇതിൻ്റെ കൂടെ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, 2023 പേഴ്സൺ ഓഫ് ദ ഇയർ ആരായിരുന്നു? ഗായികയായ ടൈലർ സ്വിഫ്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ്, 2024 FBI ഡയറക്ടറായി ഡൊണാൾഡ് ട്രംപ് നോമിനേറ്റ് ചെയ്ത ഇന്ത്യൻ വംശജൻ ആരാണ്? കാഷ് പട്ടേൽ. ഓർത്തുവയ്ക്കുക, 2024 FBI ഡയറക്ടറായി അമേരിക്കൻ പ്രസിഡൻ്റായ ഡൊണാൾഡ് ട്രംപ് നോമിനേറ്റ് ചെയ്ത ഇന്ത്യൻ വംശജനായ വ്യക്തിയാണ് കാഷ് പട്ടേൽ. FBIയുടെ ആദ്യ ഇന്ത്യൻ വംശജനായ ഡയറക്ടർ കൂടിയാണ് കാഷ് പട്ടേൽ. മാത്രമല്ല, ഈ ഒരു സ്ഥാനം വഹിക്കുന്ന ആദ്യ ഏഷ്യൻ അമേരിക്കൻ എന്ന റെക്കോർഡും കാഷ് പട്ടേലിനുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക. 2024 FBI ഡയറക്ടറായി ഡൊണാൾഡ് ട്രംപ് നോമിനേറ്റ് ചെയ്ത ഇന്ത്യൻ വംശജനാണ് കാഷ് പട്ടേൽ. FBIയുടെ ആദ്യ ഇന്ത്യൻ വംശജനായ ഡയറക്ടർ, അതുപോലെ ഈ സ്ഥാനം വഹിക്കുന്ന ആദ്യ ഏഷ്യൻ അമേരിക്കൻ എന്ന റെക്കോർഡൊക്കെ കാഷ് പട്ടേലിനുണ്ട്. ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ്, US പ്രസിഡൻ്റായ ഡൊണാൾഡ് ട്രംപ് നാസയുടെ പുതിയ മേധാവിയായി നാമനിർദ്ദേശം ചെയ്തത് ആരെയാണ്? ജാരദ് ഐസക്മാൻ. അമേരിക്കൻ ശതകോടീശ്വരനായ ജാരദ് ഐസക്മാനെയാണ് US പ്രസിഡൻ്റായ ഡൊണാൾഡ് ട്രംപ് നാസയുടെ പുതിയ മേധാവിയായി നാമനിർദ്ദേശം ചെയ്തത്. അടുത്തിടെ വാർത്താ പ്രാധാന്യം നേടിയ ഒരു വ്യക്തിയാണ് ജാരദ് ഐസക്മാൻ. അതായത് ബഹിരാകാശത്ത് നടക്കാനുള്ള ആദ്യ സ്വകാര്യ സംരംഭമായ പോളാരിസ് ഡൗൺ ദൗത്യത്തിൽ ഉൾപ്പെട്ട വ്യക്തിയാണ് ജാരദ് ഐസക്മാൻ. അപ്പോൾ അദ്ദേഹത്തിനെയാണ് US പ്രസിഡൻ്റായ ഡൊണാൾഡ് ട്രംപ് നാസയുടെ പുതിയ മേധാവിയായി നാമനിർദ്ദേശം ചെയ്തത്. ഓർത്തുവയ്ക്കുക.
നെക്സ്റ്റ്, കാലാവസ്ഥാ പ്രവചനം മെച്ചപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി ഏതാണ്? മിഷൻ മൗസം. ഓക്കെ, കാലാവസ്ഥാ പ്രവചനം മെച്ചപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് മിഷൻ മൗസം. ഓർത്തുവയ്ക്കുക, കാലാവസ്ഥാ പ്രവചനം മെച്ചപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് മിഷൻ മൗസം. നെക്സ്റ്റ്, 2024 യൂറോ മോണിറ്റർ ഇൻ്റർനാഷണൽ തയ്യാറാക്കിയ ലോകത്തിലെ ഏറ്റവും ആകർഷകമായ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമത് എത്തിയത് ഏതാണ്? പാരീസാണ്. ഓർത്തുവയ്ക്കുക, 2024 യൂറോ മോണിറ്റർ ഇൻ്റർനാഷണൽ തയ്യാറാക്കിയ ലോകത്തിലെ ഏറ്റവും ആകർഷകമായ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയത് പാരീസാണ്. നെക്സ്റ്റ്, 2024 ഡിസംബറിൽ അന്തരിച്ച കർണാടക മുൻ മുഖ്യമന്ത്രിയും മുൻ കേന്ദ്ര വിദേശകാര്യമന്ത്രിയുമായിരുന്ന വ്യക്തി ആരാണ്? SM കൃഷ്ണ. 2024 ഡിസംബറിൽ അന്തരിച്ച കർണാടക മുൻ മുഖ്യമന്ത്രിയും മുൻ കേന്ദ്ര വിദേശകാര്യമന്ത്രിയുമായിരുന്ന വ്യക്തിയാണ് SM കൃഷ്ണ. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, 2 വ്യത്യസ്ത പേടകങ്ങൾ 2 തവണയായി വിക്ഷേപിച്ച് ബഹിരാകാശത്ത് വെച്ച് കൂട്ടിയോജിപ്പിക്കുന്ന സാങ്കേതിക വിദ്യ ഏതാണ്? സ്പെയ്ഡെക്സ്. ഓർത്തുവയ്ക്കുക, 2 വ്യത്യസ്ത പേടകങ്ങൾ, അതായത് 2 വ്യത്യസ്ത പേടകങ്ങൾ 2 തവണയായി വിക്ഷേപിക്കുകയും പിന്നീട് അത് ബഹിരാകാശത്ത് വെച്ച് കൂട്ടിയോജിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാങ്കേതിക വിദ്യ വികസിപ്പിച്ചു. ആരാണ് വികസിപ്പിച്ചത്? ഇന്ത്യയാണ് വികസിപ്പിച്ചത്. ആ ഒരു സാങ്കേതിക വിദ്യ അറിയപ്പെടുന്ന പേരാണ് സ്പെയ്ഡെക്സ്, അതായത് സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെൻറ്റ് എന്നാണ് സ്പെയ്ഡെക്സിൻ്റെ മീനിങ്. ഓർത്തുവയ്ക്കുക, സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെൻ്റ് ആണ് ചുരുക്കപ്പേരായി സ്പെയ്ഡെക്സ് എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയാണ് ഈ ഒരു സാങ്കേതിക വിദ്യ വികസിപ്പിച്ചത്. 2 വ്യത്യസ്ത പേടകങ്ങൾ 2 തവണയായി വിക്ഷേപിച്ച് ബഹിരാകാശത്ത് വെച്ച് കൂട്ടിയോജിപ്പിക്കുന്ന സാങ്കേതിക വിദ്യയാണ് സ്പെയ്ഡെക്സ് എന്നാൽ സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെൻറ്റ്. ഇന്ത്യയാണ് ഈ ഒരു സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തതെന്ന് ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, ഗൂഗിൾ വികസിപ്പിച്ച പുതിയ അതിവേഗ കമ്പ്യൂട്ടർ ചിപ്പ് അറിയപ്പെടുന്ന പേര് വില്ലോ ക്വാണ്ടം ചിപ്പ്. ഓർത്തുവയ്ക്കുക, ഗൂഗിൾ വികസിപ്പിച്ച പുതിയ അതിവേഗ കമ്പ്യൂട്ടർ ചിപ്പാണ് വില്ലോ ക്വാണ്ടം ചിപ്പ്. നെക്സ്റ്റ്, ഐക്യരാഷ്ട്രസഭ പരിസ്ഥിതി പരിപാടിയുടെ UNEP-യുടെ ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് പുരസ്കാരത്തിന് അർഹനായ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ആരാണ്? മാധവ് ഗാഡ്ഗിൽ. ഓർത്തുവയ്ക്കുക, ഐക്യരാഷ്ട്രസഭ പരിസ്ഥിതി പരിപാടിയുടെ അതായത് UNEP-യുടെ ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് പുരസ്കാരത്തിന് അർഹനായ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ വ്യക്തിയാണ് മാധവ് ഗാഡ്ഗിൽ. പ്രധാനമന്ത്രിയുടെ ശാസ്ത്ര ഉപദേശക സമിതിയിലെ മുൻ അംഗവും അതുപോലെ ഗാഡ്ഗിൽ കമ്മീഷൻ എന്ന പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ സമിതിയുടെ തലവനുമായിരുന്ന വ്യക്തിയാണ് മാധവ് ഗാഡ്ഗിൽ. ഓർത്തുവയ്ക്കുക, ഐക്യരാഷ്ട്രസഭ പരിസ്ഥിതി പരിപാടിയുടെ അതായത് UNEP-യുടെ ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് പുരസ്കാരത്തിന് അർഹനായ പരിസ്ഥിതി ശാസ്ത്രജ്ഞനാണ് മാധവ് ഗാഡ്ഗിൽ. നെക്സ്റ്റ്, 13ാമത് ഗ്ലോബൽ സസ്റ്റൈനബിലിറ്റി ചലച്ചിത്ര പുരസ്കാരത്തിന് അർഹമായ ഇന്ത്യൻ ചലച്ചിത്രം ഏതാണ്? ദ കുംബയ സ്റ്റോറി. ഓർത്തുവയ്ക്കുക, 13ാമത് ഗ്ലോബൽ സസ്റ്റൈനബിലിറ്റി ചലച്ചിത്ര പുരസ്കാരത്തിന് അർഹമായ ഇന്ത്യൻ ചലച്ചിത്രമാണ് ദ കുംബയ സ്റ്റോറി. സംവിധാനം ചെയ്തിരിക്കുന്നത് നിവേദിത ബാനർജി. ഓർത്തുവയ്ക്കുക, 13ാമത് ഗ്ലോബൽ സസ്റ്റൈനബിലിറ്റി ചലച്ചിത്ര പുരസ്കാരത്തിന് അർഹമായ ഇന്ത്യൻ ചലച്ചിത്രമാണ് ദ കുംബയ സ്റ്റോറി. സംവിധാനം നിവേദിത ബാനർജി. നെക്സ്റ്റ്, ഒഡീഷയിലെ ഭരതമുനി ഫൗണ്ടേഷൻ കലാരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കായി ഏർപ്പെടുത്തിയ ഭരതമുനി ദേശീയ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? സൂര്യ കൃഷ്ണമൂർത്തി. ഒഡീഷയിലെ ഭരതമുനി ഫൗണ്ടേഷൻ കലാരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കായി ഏർപ്പെടുത്തിയ ഭരതമുനി ദേശീയ പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് സൂര്യ കൃഷ്ണമൂർത്തി. നെക്സ്റ്റ്, 2034 ലോകകപ്പ് ഫുട്ബോളിൻ്റെ വേദി എവിടെയാണ്? സൗദി അറേബ്യ. 2034 ലോകകപ്പ് ഫുട്ബോളിൻ്റെ വേദിയാണ് സൗദി അറേബ്യ. നെക്സ്റ്റ്, സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ JC ഡാനിയേൽ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ഷാജി N കരുൺ. നിലവിൽ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനായ ഷാജി N കരുണാണ് സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ JC ഡാനിയേൽ പുരസ്കാരത്തിന് അർഹനായത്. മലയാള സിനിമയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. 5 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഓർത്തുവയ്ക്കുക, നിലവിൽ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനാണ് ഷാജി N കരുൺ. മലയാള സിനിമയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് അദ്ദേഹത്തിന് JC ഡാനിയേൽ പുരസ്കാരം ലഭിക്കുന്നത്. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, ഈ വർഷത്തെ 29ാമത് IFK-യുടെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരത്തിന് അർഹയായത്
ആരാണ്? വിഖ്യാത ഹോങ്കോങ് സംവിധായകയും തിരക്കഥാകൃത്തും നിർമ്മാതാവും നടിയുമായ ആൻ ഹ്യൂയി ആണ്. ഓർത്തുവയ്ക്കുക. ഈ വർഷത്തെ 29ാമത് IFFKയുടെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരത്തിന് അർഹയായ വ്യക്തിയാണ് ആര്? വിഖ്യാത ഹോങ്കോങ് സംവിധായകയും തിരക്കഥാകൃത്തും നിർമ്മാതാവും നടിയുമായ ആൻ ഹ്യൂയി. നെക്സ്റ്റ്, അടുത്തിടെ അന്തരിച്ച നിരൂപകനും ചരിത്ര പണ്ഡിതനും അധ്യാപകനുമായിരുന്ന വ്യക്തി ആരാണ്? പ്രൊഫസർ MR ചന്ദ്രശേഖരൻ. അടുത്തിടെ അന്തരിച്ച നിരൂപകനും ചരിത്ര പണ്ഡിതനും അധ്യാപകനുമായിരുന്ന വ്യക്തിയാണ് പ്രൊഫസർ MR ചന്ദ്രശേഖരൻ. നെക്സ്റ്റ്, 2024 ഡിസംബറിൽ അന്തരിച്ച പുതുച്ചേരിയുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി ആരാണ്? MDR രാമചന്ദ്രൻ. 2024 ഡിസംബറിൽ അന്തരിച്ച പുതുച്ചേരിയുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയാണ് MDR രാമചന്ദ്രൻ. നെക്സ്റ്റ്, 2024 KT കൃഷ്ണവാര്യർ പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? പ്രൊഫസർ M ലീലാവതി. 2024 KT കൃഷ്ണവാര്യർ പുരസ്കാരത്തിന് അർഹയായത് പ്രൊഫസർ M ലീലാവതിയാണ്. സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കാണ് പ്രൊഫസർ M ലീലാവതിക്ക് KT കൃഷ്ണവാര്യർ പുരസ്കാരം ലഭിച്ചത്. 30,000 രൂപയും പ്രശസ്തി ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഓർത്തുവയ്ക്കുക. 2024 KT കൃഷ്ണവാര്യർ പുരസ്കാരത്തിന് അർഹയായത് പ്രൊഫസർ M ലീലാവതിയാണ്. സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കാണ് പ്രൊഫസർ M ലീലാവതിക്ക് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. 30,000 രൂപയും പ്രശസ്തി ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. നെക്സ്റ്റ്, 2024 തോപ്പിൽ ഭാസി ഫൗണ്ടേഷൻ്റെ തോപ്പിൽ ഭാസി അവാർഡിന് അർഹനായത് ആരാണ്? പെരുമ്പടവം ശ്രീധരൻ. ഓർത്തുവയ്ക്കുക. 2024 തോപ്പിൽ ഭാസി ഫൗണ്ടേഷൻ്റെ തോപ്പിൽ ഭാസി അവാർഡിന് അർഹനായ വ്യക്തിയാണ് പെരുമ്പടവം ശ്രീധരൻ. സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് തന്നെയാണ് പെരുമ്പടവം ശ്രീധരന് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത്. ഓക്കെ, ഓർത്തുവയ്ക്കുക. 33,333 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. അപ്പോൾ 2024 KT കൃഷ്ണവാര്യർ പുരസ്കാരത്തിന് അർഹയായത് പ്രൊഫസർ M ലീലാവതിയാണ്. 2024 തോപ്പിൽ ഭാസി ഫൗണ്ടേഷൻ്റെ തോപ്പിൽ ഭാസി അവാർഡിന് അർഹനായത് ആരാണ്? പെരുമ്പടവം ശ്രീധരനാണ്. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, റിസർവ് ബാങ്ക് പുറത്തുവിട്ട 2023-2024 റിപ്പോർട്ട് പ്രകാരം അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ ദിവസക്കൂലിയിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളം. റിസർവ് ബാങ്ക് പുറത്തുവിട്ട 2023-2024 റിപ്പോർട്ട് പ്രകാരം അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ ദിവസക്കൂലിയിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. ഈ റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിലെ അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ ശരാശരി ദിവസക്കൂലി എന്ന് പറയുന്നത് 807.2 രൂപയാണ്. ഓർത്തുവയ്ക്കുക. 807.2 രൂപയാണ് ശരാശരി ദിവസക്കൂലി. ഓക്കെ, അപ്പോൾ ഒന്നാം സ്ഥാനം കേരളമാണ്. അതായത് റിസർവ് ബാങ്ക് പുറത്തുവിട്ട 2023 റിപ്പോർട്ട് പ്രകാരം അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ ദിവസക്കൂലിയിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം, അതായത് ഒന്നാം സ്ഥാനം കേരളത്തിനാണെന്ന് പറഞ്ഞു. രണ്ടാം സ്ഥാനം ജമ്മു കാശ്മീരിനും 3-ാം സ്ഥാനം തമിഴ്നാടിനും ആണെന്ന് ഓർത്തുവയ്ക്കുക കേട്ടോ. അപ്പോൾ റിസർവ് ബാങ്ക് പുറത്തുവിട്ട 2023-2024 റിപ്പോർട്ട് പ്രകാരം അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ ദിവസക്കൂലിയിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. രണ്ടാം സ്ഥാനം ജമ്മു കാശ്മീർ, 3-ാം സ്ഥാനം തമിഴ്നാട്. അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ ശരാശരി ദിവസക്കൂലി എത്രയാണ്? 807.2 രൂപയാണ്. അതുകൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. നെക്സ്റ്റ്, നീതി ആയോഗ് ICMR തിരഞ്ഞെടുത്ത രാജ്യത്തെ 5 മെഡിക്കൽ കോളേജുകളുടെ പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുള്ള മെഡിക്കൽ കോളേജ് ഏതാണ്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. ഓർത്തുവയ്ക്കുക. നീതി ആയോഗ് ICMR തിരഞ്ഞെടുത്ത രാജ്യത്തെ 5 മെഡിക്കൽ കോളേജുകളുടെ പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുള്ള മെഡിക്കൽ കോളേജാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. കേരളത്തിൽ നിന്നൊരു മെഡിക്കൽ കോളേജ് ഈ സ്ഥാനത്ത് എത്തുന്നത് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ്. ഓക്കെ, ഓർത്തുവയ്ക്കുക. നീതി ആയോഗ് ICMR തിരഞ്ഞെടുത്ത രാജ്യത്തെ 5 മെഡിക്കൽ കോളേജുകളുടെ പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുള്ള മെഡിക്കൽ കോളേജാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. കേരളത്തിൽ നിന്ന് ഒരു മെഡിക്കൽ കോളേജ് ഈ സ്ഥാനത്ത് എത്തുന്നത് ആദ്യമായാണ്. ഓർത്തുവയ്ക്കുക. തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജിലെ എമർജൻസി മെഡിസിൻ വിഭാഗത്തെയാണ് കേന്ദ്ര സർക്കാർ സെൻറ്റർ ഓഫ് എക്സലൻസ് ആയി തിരഞ്ഞെടുക്കുന്നത് കൂടി ഒന്ന് ഓർത്തുവയ്ക്കുക കേട്ടോ. നെക്സ്റ്റ്, കേരളത്തിൻ്റെ പുതിയ ഗവർണർ ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. കേരളത്തിൻ്റെ പുതിയ ഗവർണറാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ഓക്കെ, അദ്ദേഹം ഇതിനു മുമ്പ് ബീഹാറിൻ്റെ ഗവർണറായിരുന്നു. ഇപ്പോൾ ആരാണ്? കേരളത്തിൻ്റെ ഗവർണറാണ്. ഓക്കെ,
ഇതിനു മുൻപ് കേരളത്തിൻ്റെ ഗവർണറായിരുന്ന വ്യക്തി ആരാണ്? ആരിഫ് മുഹമ്മദ് ഖാനാണ്. അദ്ദേഹം ഇപ്പോൾ ബീഹാറിൻ്റെ പുതിയ ഗവർണറാണ്. ഓർത്തു വെക്കുക കേട്ടോ. കേരളത്തിൻ്റെ പുതിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, ബീഹാറിൻ്റെ പുതിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. മണിപ്പൂരിൻ്റെ പുതിയ ഗവർണർ ആരാണ്? അജയ് കുമാർ ഭല്ല. ഓർത്തു വയ്ക്കുക, മണിപ്പൂരിൻ്റെ ഗവർണറാണ് അജയ് കുമാർ ഭല്ല. മിസോറാമിൻ്റെ ഗവർണറാണ് BK സിംഗ്. അതുപോലെ ഒഡീഷയുടെ പുതിയ ഗവർണറാണ് ഹരിബാബു കമ്പംപട്ടി. രാജ്യത്ത് പുതിയതായി നിയമിതരായ ഗവർണർമാരാണ് ഈ 5 പേർ. ആരൊക്കെയാണ്? കേരളത്തിൻ്റെ പുതിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, ബീഹാറിൻ്റെ പുതിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മണിപ്പൂരിൻ്റെ പുതിയ ഗവർണർ അജയ് കുമാർ ഭല്ല, മിസോറാമിൻ്റെ പുതിയ ഗവർണർ BK സിംഗ്, ഒഡീഷയുടെ പുതിയ ഗവർണർ ഹരിബാബു കമ്പംപട്ടി. മറന്നു പോവരുത്, അതുപോലെ മാറിപ്പോവുകയും ചെയ്യരുത്. നെക്സ്റ്റ്, ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ലൈസൻസ് ലഭിക്കുന്ന രാജ്യത്തെ ആദ്യ ജില്ലാതല ആശുപത്രി ഏതാണ്? എറണാകുളം ജനറൽ ആശുപത്രി. ഓക്കെ, ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ലൈസൻസ് ലഭിക്കുന്ന രാജ്യത്തെ ആദ്യ ജില്ലാതല ആശുപത്രിയാണ് എറണാകുളം ജനറൽ ആശുപത്രി. അതുപോലെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആദ്യമായി നടത്തിയ ജില്ലാതല ആശുപത്രിയും ഏതു തന്നെയാണ്? എറണാകുളം ജനറൽ ആശുപത്രി തന്നെയാണ്. ഓർത്തുവെക്കുക, ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ലൈസൻസ് ലഭിക്കുന്ന രാജ്യത്തെ ആദ്യ ജില്ലാതല ആശുപത്രിയാണ് എറണാകുളം ജനറൽ ആശുപത്രി. നെക്സ്റ്റ്, അടുത്തിടെ ഹൃദയം തുറക്കാതെ വാൽവ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഏതാണ്? തൃശ്ശൂർ മെഡിക്കൽ കോളേജ്. അടുത്തിടെ ഹൃദയം തുറക്കാതെ വാൽവ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ ഗവൺമെൻറ് മെഡിക്കൽ കോളേജാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജ്. അപ്പോൾ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ലൈസൻസ് ലഭിക്കുന്ന രാജ്യത്തെ ആദ്യ ജില്ലാതല ആശുപത്രിയാണ് എറണാകുളം ജനറൽ ആശുപത്രി. അടുത്തിടെ ഹൃദയം തുറക്കാതെ വാൽവ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ ഗവൺമെൻറ് മെഡിക്കൽ കോളേജാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജ്. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, അടുത്തിടെ താങ്ക് യു ഡോണർ ആപ്പ് തയ്യാറാക്കിയ ജനറൽ ആശുപത്രി ഏതാണ്? എറണാകുളം ജനറൽ ആശുപത്രി. അടുത്തിടെ താങ്ക് യു ഡോണർ ആപ്പ് തയ്യാറാക്കിയ ജനറൽ ആശുപത്രിയാണ് എറണാകുളം ജനറൽ ആശുപത്രി. എറണാകുളം ജനറൽ ആശുപത്രിയിലെത്തുന്ന ഏതൊരാൾക്കും രക്തം സംബന്ധിച്ച ആവശ്യം നിറവേറ്റുക എന്ന ഉദ്ദേശത്തോടെയാണ് രക്തദാനത്തിനായി എറണാകുളം ജനറൽ ആശുപത്രി ഈ ഒരു ആപ്പ് തുടങ്ങിയിട്ടുള്ളത്. ഓക്കെ, ഓർത്തു വയ്ക്കുക. അപ്പോൾ എറണാകുളം ജനറൽ ആശുപത്രിയാണ് താങ്ക് യു ഡോണർ ആപ്പ് തയ്യാറാക്കിയത്. എന്താവശ്യത്തിനാണ്? ആ ഒരു ഹോസ്പിറ്റലിൽ വരുന്ന ഏതൊരാൾക്കും രക്തം സംബന്ധിച്ച ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് താങ്ക് യു ഡോണർ ആപ്പ് ആരംഭിച്ചത്. ഓർത്തു വയ്ക്കുക. നെക്സ്റ്റ്, വനിതാ ഫയർ ഓഫീസർമാർക്ക് സ്കൂബ ഡൈവിംഗ് പരിശീലനം നൽകിയ സംസ്ഥാനം ഏതാണ്? കേരളം. വനിതാ ഫയർ ഓഫീസർമാർക്ക് സ്കൂബ ഡൈവിംഗ് പരിശീലനം നൽകിയ സംസ്ഥാനമാണ് കേരളം. നെക്സ്റ്റ്, 2024 ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത തബല വിദ്വാൻ ആരാണ്? സക്കീർ ഹുസൈൻ. 2024 ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത തബല വിദ്വാനാണ് സക്കീർ ഹുസൈൻ. നെക്സ്റ്റ്, 2024 മലയാള ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയത് ആരാണ്? K. ജയകുമാർ. 2024 മലയാള ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയത് K. ജയകുമാർ. അദ്ദേഹത്തിൻ്റെ പിങ്കള കേശിനി എന്ന കൃതിക്കാണ് ഈ ഒരു അവാർഡ് ലഭ്യമായത്. ഓർത്തുവയ്ക്കുക, 2024 മലയാള ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയത് K. ജയകുമാറാണ്. അദ്ദേഹത്തിൻ്റെ പിങ്കള കേശിനി എന്ന കൃതിക്കാണ് ഈ ഒരു പുരസ്കാരം ലഭ്യമായതെന്ന് ഓർക്കുക. നെക്സ്റ്റ്, യുഗേ യുഗീൻ ഭാരത് നാഷണൽ മ്യൂസിയത്തെ ലോകോത്തര സാംസ്കാരിക സ്ഥാപനമായി വികസിപ്പിക്കുന്നതിന് ഇന്ത്യയുമായി പങ്കാളിയാകുന്ന രാജ്യം ഏതാണ്? ഫ്രാൻസ്. ലോകത്തെ തന്നെ ഏറ്റവും വലിയ മ്യൂസിയം എന്നറിയപ്പെടുന്ന മ്യൂസിയമാണ് യുഗേ യുഗീൻ ഭാരത് നാഷണൽ മ്യൂസിയം. സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യയിൽ ന്യൂഡൽഹിയിലാണ് യുഗേ യുഗീൻ ഭാരത് നാഷണൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു മ്യൂസിയത്തെ ലോകോത്തര സാംസ്കാരിക സ്ഥാപനമായി വികസിപ്പിക്കുന്നതിന് ഇന്ത്യയുമായി പങ്കാളിയാകുന്ന രാജ്യമാണ് ഫ്രാൻസ്. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, 2024 ഡിസംബറിൽ SBIയുടെ MD ആയി നിയമിതനായത് ആരാണ്? രാമമോഹൻ റാവു അമര. 2024 ഡിസംബറിൽ SBIയുടെ MD ആയി നിയമിതനായത് രാമമോഹൻ റാവു അമര. നെക്സ്റ്റ്, 2024 ഇടശ്ശേരി പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? R. ചന്ദ്രബോസ്. 2024 ഇടശ്ശേരി പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് R. ചന്ദ്രബോസ്. അദ്ദേഹത്തിൻ്റെ വാക്കിൻ്റെ രൂപാന്തരങ്ങൾ എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭ്യമായത്. 2024 ഇടശ്ശേരി പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? R. ചന്ദ്രബോസ് ആണ്. അദ്ദേഹത്തിൻ്റെ വാക്കിൻ്റെ രൂപാന്തരങ്ങൾ എന്ന കൃതിക്കാണ് ഈ ഒരു പുരസ്കാരം ലഭ്യമായത്. നെക്സ്റ്റ്, 2024 ഡിസംബറിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത്
ആരാണ്? വി രാമസുബ്രഹ്മണ്യൻ. ഓർത്തുവയ്ക്കുക, 2024 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി നിയമിതനായ വ്യക്തി ആരാണ്? വി രാമസുബ്രഹ്മണ്യനാണ്. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, കൊച്ചി അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ പ്രദർശിപ്പിച്ച അക്ബർ ചക്രവർത്തി എന്ന അപ്രകാശിത ചെറുകഥയുടെ രചയിതാവ് ആരാണ്? ഒ വി വിജയൻ. ഓർത്തുവയ്ക്കുക, കൊച്ചി അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ പ്രദർശിപ്പിച്ച ഏതാണ്? അക്ബർ ചക്രവർത്തി എന്ന ഇതുവരെ എവിടെയും പ്രകാശനം ചെയ്യാത്ത ഒരു ചെറുകഥയുണ്ട്. ആ ഒരു ചെറുകഥയുടെ രചയിതാവ് ആരാണ്? ഒ വി വിജയനാണ്. ഓർത്തുവയ്ക്കുക. കൊച്ചി അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ പ്രദർശിപ്പിച്ച അക്ബർ ചക്രവർത്തി എന്ന അപ്രകാശിത ചെറുകഥയുടെ രചയിതാവാണ് ഒ വി വിജയൻ. നെക്സ്റ്റ്, അടുത്തിടെ മികച്ച പൈതൃക ടൂറിസം കേന്ദ്രമായി യുനെസ്കോ പ്രഖ്യാപിച്ച സംസ്ഥാനം പശ്ചിമ ബംഗാൾ. ഓർത്തുവയ്ക്കുക, അടുത്തിടെ മികച്ച പൈതൃക ടൂറിസം കേന്ദ്രമായി യുനെസ്കോ പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. നെക്സ്റ്റ്, 2024 ഡിസംബറിൽ 100-ാം വാർഷികം ആഘോഷിച്ച ഇന്ത്യയിലെ ചരിത്ര സ്മാരകം ഏതാണ്? ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. 2024 ഡിസംബറിൽ 100-ാം വാർഷികം ആഘോഷിച്ച ഇന്ത്യയിലെ ചരിത്ര സ്മാരകമാണ് 1924 പണി പൂർത്തിയാക്കിയ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്ന് ഓർക്കുക. നെക്സ്റ്റ്, ബാങ്കിംഗ് നിയമ ഭേദഗതി ബിൽ ലോക്സഭ പാസ്സാക്കിയത് എന്നാണ്? 2024 ഡിസംബർ 3-നാണ് ബാങ്കിംഗ് നിയമ ഭേദഗതി ബില്ല് ലോക്സഭ പാസ്സാക്കിയത് 2024 ഡിസംബർ 3-നാണെന്ന് ഓർക്കുക. നെക്സ്റ്റ്, ജലാശയങ്ങളുടെ ഒഴുക്ക് വീണ്ടെടുക്കുന്നതിനുള്ള പുനരുദ്ധാരണ പ്രവർത്തന ക്യാമ്പയിൻ അറിയപ്പെടുന്ന പേര് ഇനി ഞാൻ ഒഴുകട്ടെ. ഇനി ഞാൻ ഒഴുകട്ടെ. ജലാശയങ്ങളുടെ ഒഴുക്ക് വീണ്ടെടുക്കുന്നതിനുള്ള പുനരുദ്ധാരണ പ്രവർത്തന ക്യാമ്പയിനാണ് ഇനി ഞാൻ ഒഴുകട്ടെ. നെക്സ്റ്റ്, ഇന്ത്യയിലെ ആദ്യ ജിയോ സയൻസ് മ്യൂസിയം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയാണ്? മധ്യപ്രദേശിലെ ഗ്വാളിയാറിലാണ്. ഓർത്തുവയ്ക്കുക, ഇന്ത്യയിലെ ആദ്യ ജിയോ സയൻസ് മ്യൂസിയം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് മധ്യപ്രദേശിലെ ഗ്വാളിയാറിലാണെന്ന് ഓർക്കുക. നെക്സ്റ്റ്, വൺ നാഷൻ വൺ ഇലക്ഷൻ, അതായത് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് എന്നാണ്? 2024 ഡിസംബർ 17-നാണ് വൺ നാഷൻ വൺ ഇലക്ഷൻ, അതായത് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് എന്നാണ്? 2024 ഡിസംബർ 17. നെക്സ്റ്റ്, ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ബില്ല് പരിശോധിക്കാൻ രൂപീകരിച്ച ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയിലെ കേരളത്തിൽ നിന്നുള്ള ലോക്സഭാംഗം ആരാണ്? പ്രിയങ്ക ഗാന്ധി. ഓർത്തുവയ്ക്കുക, ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ്, അതായത് വൺ നാഷൻ വൺ ഇലക്ഷൻ എന്ന ബില്ല് പരിശോധിക്കാൻ രൂപീകരിച്ച ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയിലെ കേരളത്തിൽ നിന്നുള്ള ലോക്സഭാംഗമാണ് പ്രിയങ്ക ഗാന്ധി. നെക്സ്റ്റ്, കേരളത്തിലെ ആദ്യ സ്വകാര്യ വിമാന കമ്പനി ഏതാണ്? എയർ കേരള. കേരളത്തിലെ ആദ്യ സ്വകാര്യ വിമാന കമ്പനിയാണ് എയർ കേരള. നെക്സ്റ്റ്, 2024 അന്തരിച്ച മലയാള സാഹിത്യകാരൻ ആരാണ്? എം ടി വാസുദേവൻ നായർ. 2024 അന്തരിച്ച മലയാള സാഹിത്യകാരനാണ് എം ടി വാസുദേവൻ നായർ. നെക്സ്റ്റ്, 2024 ഡിസംബറിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്. 2024 ഡിസംബറിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് മൻമോഹൻ സിംഗ്. അദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം അറിയപ്പെടുന്നത് നിഗംബോധ് ഘട്ട് എന്നാണ്. 2024 ഡിസംബറിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് മൻമോഹൻ സിംഗ്. അദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം അറിയപ്പെടുന്ന പേര് നിഗംബോധ് ഘട്ട്. നെക്സ്റ്റ്, 2024 ഡിസംബറിൽ അന്തരിച്ച സുസുക്കിയുടെ മുൻ ചെയർമാൻ ആരാണ്? ഒസാമു സുസുക്കി. ഓർത്തുവയ്ക്കുക, 2024 ഡിസംബറിൽ അന്തരിച്ച സുസുക്കിയുടെ മുൻ ചെയർമാനാണ് ഒസാമു സുസുക്കി. നെക്സ്റ്റ്, തദ്ദേശ സ്ഥാപനത്തിൻ്റെ സഹകരണത്തോടെ സംസ്ഥാനത്ത് ആദ്യമായി നിർമ്മിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ ഫാക്ടറി സ്ഥാപിതമാകുന്നത് എവിടെയാണ്? പത്തനംതിട്ടയിലാണ്. തദ്ദേശ സ്ഥാപനത്തിൻ്റെ സഹകരണത്തോടെ സംസ്ഥാനത്ത് ആദ്യമായി നിർമ്മിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ ഫാക്ടറി സ്ഥാപിതമാകുന്നത് പത്തനംതിട്ടയിലാണെന്ന് ഓർക്കുക. നെക്സ്റ്റ്, 2025 ക്രിട്ടിക്സ് ചോയ്സ് അവാർഡിലേക്ക് മികച്ച വിദേശ ഭാഷാ ചിത്ര വിഭാഗത്തിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഇന്ത്യൻ സിനിമ ഏതാണ്? ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. 2025 ക്രിട്ടിക്സ് ചോയ്സ് അവാർഡിലേക്ക് മികച്ച വിദേശ ഭാഷാ ചിത്ര വിഭാഗത്തിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഇന്ത്യൻ സിനിമയാണ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. സംവിധാനം ചെയ്തിരിക്കുന്നത് പായൽ കബാഡിയയാണ്. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? പായൽ കബാഡിയ. നമ്മൾ നേരത്തെ പറഞ്ഞു, ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്തതാണ് പായൽ കബാഡിയ. അപ്പോൾ അവർക്കാണ് ഈ ഒരു പുരസ്കാരം, ഏത് പുരസ്കാരം? സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം ലഭ്യമായത്. ഓക്കെ, കേരള അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയുടെ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരത്തിന് അർഹയായത് ഓൾ വി ഇമാജിൻ ആസ്
ലൈറ്റ് എന്ന ചിത്രം സംവിധാനം ചെയ്ത പായൽ കപാഡിയൊക്കെയാണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി PhD പ്രവേശനം നേടുന്ന ആദ്യ ട്രാൻസ്ജെൻഡർ ആരാണ്? ഋഷിത ഋതു. ഓർത്തുവെക്കുക, സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി PhD പ്രവേശനം നേടുന്ന ആദ്യ ട്രാൻസ്ജെൻഡർ വ്യക്തിയാണ് ഋഷിത ഋതു. നെക്സ്റ്റ്, 2024 ഫോബ്സ് മാഗസിൻ പുറത്തുവിട്ട ഏറ്റവും കരുത്തുറ്റ 100 വനിതകളുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഇന്ത്യൻ വനിതകൾ ആരൊക്കെയാണ്? നിർമ്മല സീതാരാമൻ, നമുക്കറിയാം നമ്മുടെ കേന്ദ്ര ധനകാര്യ മന്ത്രിയാണ്. അടുത്തത് റോഷ്നി നാടാർ മൽഹോത്ര. ആരാണ്? HCL കോർപ്പറേഷൻ ചെയർപേഴ്സണാണ് റോഷ്നി നാടാർ മൽഹോത്ര. അതുപോലെ കിരൺ മജുംദാർ ഷാ ആരാണ്? ബയോകോൺ സ്ഥാപകയാണ്. അപ്പോൾ 2024 ഫോബ്സ് മാഗസിൻ പുറത്തുവിട്ട ഏറ്റവും കരുത്തുറ്റ 100 വനിതകളുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഇന്ത്യൻ വനിതകൾ 3 പേരാണ്: നിർമ്മല സീതാരാമൻ, റോഷ്നി നാടാർ മൽഹോത്ര, കിരൺ മജുംദാർ ഷാ. നെക്സ്റ്റ്, 2024 ഇന്ദിരാഗാന്ധി സമാധാന സമ്മാനത്തിന് അർഹയായ ചിലിയുടെ മുൻ പ്രസിഡന്റും മനുഷ്യാവകാശ പ്രവർത്തകയുമായ വ്യക്തി ആരാണ്? മിഷേൽ ബാച്ലെ. 2024 ഇന്ദിരാഗാന്ധി സമാധാന സമ്മാനത്തിന് അർഹയായ ചിലിയുടെ മുൻ പ്രസിഡന്റും മനുഷ്യാവകാശ പ്രവർത്തകയുമായിരുന്ന വ്യക്തിയാണ് മിഷേൽ ബാച്ലെ. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, സിസ്റ്റർ ബനീഞ്ഞ സാംസ്കാരിക സമിതിയുടെ ബനീഞ്ഞ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? പെരുമ്പടവം ശ്രീധരൻ. സിസ്റ്റർ ബനീഞ്ഞ സാംസ്കാരിക സമിതിയുടെ ബനീഞ്ഞ പുരസ്കാരത്തിന് അർഹനായത് പെരുമ്പടവം ശ്രീധരനാണ്. അദ്ദേഹത്തിൻ്റെ സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കാണ് സിസ്റ്റർ ബനീഞ്ഞ പുരസ്കാരം ലഭ്യമായത്. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് സ്വന്തമാക്കിയ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പൈലറ്റ് ആരാണ്? കർണാടകയിൽ നിന്നുള്ള 18കാരിയായ സമൈറ ഹുള്ളൂരാണ്. ഓർത്തുവയ്ക്കുക, കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് സ്വന്തമാക്കിയ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പൈലറ്റാണ് കർണാടകയിൽ നിന്നുള്ള 18കാരിയായ സമൈറ ഹുള്ളൂർ. നെക്സ്റ്റ്, 2024 ഡിസംബറിൽ അന്തരിച്ച ഗോഡ് ഫാദർ ഓഫ് ഇന്ത്യൻ മോട്ടോർ സ്പോർട്സ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഇന്ദു ചണ്ടോക്കാണ്. ഇന്ദു ചണ്ടോക്ക് 2024 ഡിസംബറിൽ അന്തരിച്ച ഗോഡ് ഫാദർ ഓഫ് ഇന്ത്യൻ മോട്ടോർ സ്പോർട്സ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഇന്ദു ചണ്ടോക്ക്. നെക്സ്റ്റ്, ഗഗൻയാൻ ബഹിരാകാശ യാത്രയ്ക്കു ശേഷം തിരികെ എത്തുന്ന ബഹിരാകാശ യാത്രികരെ സുരക്ഷിതമായി തിരിച്ചിറക്കുന്നതിനായുള്ള കടൽ പരീക്ഷണ ദൗത്യം ഏതാണ്? വെൽഡക് റിക്കവറി. ഓർത്തുവയ്ക്കുക, ഗഗൻയാൻ ബഹിരാകാശ യാത്രയ്ക്കു ശേഷം തിരികെ എത്തുന്ന ബഹിരാകാശ യാത്രികരെ സുരക്ഷിതമായി തിരിച്ചിറക്കുന്നതിനായുള്ള കടൽ പരീക്ഷണ ദൗത്യമാണ് വെൽഡക് റിക്കവറി. നെക്സ്റ്റ്, ഇന്ത്യയിലെ ഏറ്റവും മികച്ച 5ാമത്തെ പോലീസ് സ്റ്റേഷനായി ആഭ്യന്തര മന്ത്രാലയം അംഗീകരിച്ചത് ഏത് പോലീസ് സ്റ്റേഷനാണ്? പാലക്കാട് ജില്ലയിലെ ആലത്തൂർ പോലീസ് സ്റ്റേഷനാണ്. ഓർത്തുവയ്ക്കുക, ഇന്ത്യയിലെ ഏറ്റവും മികച്ച 5ാമത്തെ പോലീസ് സ്റ്റേഷനായി ആഭ്യന്തര മന്ത്രാലയം അംഗീകരിച്ചത് പാലക്കാട് ജില്ലയിലെ ആലത്തൂർ പോലീസ് സ്റ്റേഷനാണ്. നെക്സ്റ്റ്, പുതിയ ക്രിമിനൽ നിയമങ്ങൾ വിജയകരമായി നടപ്പിലാക്കിയ ആദ്യ കേന്ദ്രഭരണ പ്രദേശം ചണ്ഡീഗഡാണ്. ഓർത്തുവയ്ക്കുക, പുതിയ ക്രിമിനൽ നിയമങ്ങൾ വിജയകരമായി നടപ്പിലാക്കിയ ആദ്യ കേന്ദ്രഭരണ പ്രദേശമാണ് ചണ്ഡീഗഡ്. നെക്സ്റ്റ്, 2024 ബ്ലൂംബെർഗ് റിപ്പോർട്ട് പ്രകാരം പ്രവാസികൾക്ക് ജീവിക്കാനുള്ള ഏറ്റവും നല്ല നഗരങ്ങളിൽ 1ാം സ്ഥാനത്ത് എത്തിയത് ഏതാണ്? സൂറിച്ച്. ഓർത്തുവയ്ക്കുക, 2024 ബ്ലൂംബെർഗ് റിപ്പോർട്ട് പ്രകാരം പ്രവാസികൾക്ക് ജീവിക്കാനുള്ള ഏറ്റവും നല്ല നഗരങ്ങളിൽ 1ാം സ്ഥാനത്ത് എത്തിയത് സൂറിച്ച്. നെക്സ്റ്റ്, റോക്കറ്റ് വിക്ഷേപണങ്ങൾക്കും മിസൈലുകൾക്കും ചെറിയ ഉപകരണങ്ങൾ നിർമ്മിച്ചു നൽകുന്നതിനായി തയ്യാറാക്കുന്ന പദ്ധതി ഏതാണ്? എയ്റോസ്പേസ് ഹാമർ പദ്ധതി. റോക്കറ്റ് വിക്ഷേപണങ്ങൾക്കും മിസൈലുകൾക്കും ചെറിയ ഉപകരണങ്ങൾ നിർമ്മിച്ചു നൽകുന്നതിനായിട്ടുള്ള പദ്ധതിയാണ് ഏത്? എയ്റോസ്പേസ് ഹാമർ പദ്ധതി. നെക്സ്റ്റ്, ചെസ് ഗ്രാമമായ മരോട്ടിച്ചാലിനെ പ്രമേയമാക്കി പുറത്തിറങ്ങുന്ന സിനിമ ഏതാണ്? ദി പൗൺ ഓഫ് മരോട്ടിച്ചാൽ. ഇതൊരു ഹിന്ദി ചലച്ചിത്രമാണ്. ഓർത്തുവയ്ക്കുക, ചെസ് ഗ്രാമമായ മരോട്ടിച്ചാൽ, തൃശ്ശൂർ ജില്ലയിലെ മരോട്ടിച്ചാലിലാണ് ചെസ് ഗ്രാമം എന്നറിയപ്പെടുന്നത്. ആ ഒരു ചെസ് ഗ്രാമമായ മരോട്ടിച്ചാലിനെ പ്രമേയമാക്കി പുറത്തിറങ്ങുന്ന സിനിമയാണ് ദി പൗൺ ഓഫ് മരോട്ടിച്ചാൽ. സംവിധാനം ചെയ്തിരിക്കുന്നത് ഹിന്ദി ചലച്ചിത്ര സംവിധായകനായ കബീർ ഖുറാനയാണ്. ഓർത്തുവയ്ക്കുക, ചെസ് ഗ്രാമമായ മരോട്ടിച്ചാലിനെ പ്രമേയമാക്കി പുറത്തിറങ്ങുന്ന സിനിമയാണ് ഹിന്ദി ചലച്ചിത്രമായ ദി പൗൺ ഓഫ് മരോട്ടിച്ചാൽ. സംവിധാനം ചെയ്തിരിക്കുന്നത് ഹിന്ദി സംവിധായകനായ കബീർ ഖുറാനയാണെന്ന് ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, നവീകരിച്ച തന്തൈ പെരിയാർ സ്മാരകം, ലൈബ്രറി തുടങ്ങിയവ ഉദ്ഘാടനം ചെയ്ത തമിഴ്നാട് മുഖ്യമന്ത്രി ആരാണ്?
MK സ്റ്റാലിൻ. നവീകരിച്ച തന്തൈ പെരിയാർ സ്മാരകം, ലൈബ്രറി തുടങ്ങിയവ ഉദ്ഘാടനം ചെയ്തത് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനാണ്. അധ്യക്ഷത വഹിച്ചത് കേരള മുഖ്യമന്ത്രിയായ പിണറായി വിജയനാണെന്ന് കൂടി ഓർക്കുക. നെക്സ്റ്റ്, വംശനാശ ഭീഷണി നേരിടുന്ന ഒലീവ് റെഡ്ലി കടലാമകളുടെ സംരക്ഷണം പ്രമേയമാക്കി ശശികുമാർ അമ്പലത്തറ രചനയും സംവിധാനവും നിർവഹിച്ച ഡോക്യുമെൻ്ററി ഏതാണ്? ഒരൽപ്പം കര തരൂ, കടലാമകൾക്കൊരു സ്നേഹതീരം. ഓർത്തുവയ്ക്കുക, വംശനാശ ഭീഷണി നേരിടുന്ന ഒലീവ് റിഡ്ലി ഇനത്തിൽപ്പെട്ട കടലാമകളുടെ സംരക്ഷണം പ്രമേയമാക്കി ശശികുമാർ അമ്പലത്തറ എന്ന വ്യക്തി സംവിധാനം നിർവഹിച്ച ഡോക്യുമെൻ്ററിയാണ് ഒരൽപ്പം കര തരൂ, കടലാമകൾക്കൊരു സ്നേഹതീരം എന്നത്. ഓർത്തുവയ്ക്കുക, മറന്നുപോകരുത്. നെക്സ്റ്റ്, ഗ്രാമീണ മേഖലയിലെ സ്ത്രീകൾക്ക് തൊഴിലും സാമ്പത്തിക സ്വാതന്ത്ര്യവും നൽകുന്നതിനായി LIC ആരംഭിച്ച പദ്ധതി ഏതാണ്? ഭീമാ സഖി യോജന. ഗ്രാമീണ മേഖലയിലെ സ്ത്രീകൾക്ക് തൊഴിലും സാമ്പത്തിക സ്വാതന്ത്ര്യവും നൽകുന്നതിനായി LIC ആരംഭിച്ച പദ്ധതിയാണ് ഭീമാ സഖി യോജന. നെക്സ്റ്റ്, അടുത്തിടെ കേരള ആരോഗ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സാമൂഹിക മാധ്യമ പ്രചാരണ പരിപാടി ഏതാണ്? ജീവനേകാം ജീവനാകാം. ഓർത്തുവയ്ക്കുക, അടുത്തിടെ കേരള ആരോഗ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സാമൂഹിക മാധ്യമ പ്രചാരണ പരിപാടിയാണ് ജീവനേകാം ജീവനാകാം. നെക്സ്റ്റ്, 2024 ഡിസംബറിൽ സമ്പൂർണ്ണ സ്റ്റാമ്പിംഗ് നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? കേരളം. 2024 ഡിസംബറിൽ സമ്പൂർണ്ണ സ്റ്റാമ്പിംഗ് നടപ്പിലാക്കിയ സംസ്ഥാനമാണ് കേരളം. നെക്സ്റ്റ്, സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയുള്ള കുടുംബശ്രീയുടെ ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് പദ്ധതി ഏതാണ്? സ്നേഹിത. സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയുള്ള കുടുംബശ്രീയുടെ ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് പദ്ധതിയാണ് സ്നേഹിത. നെക്സ്റ്റ്, അടൽ ബിഹാരി വാജ്പേയിയുടെ 100ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ നാണയം ഏതാണ്? 100 രൂപ നാണയം. നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയിയുടെ 100ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ നാണയമാണ് 100 രൂപ നാണയം. നെക്സ്റ്റ്, 2024 അറബിയിലേക്ക് രാമായണവും മഹാഭാരതവും വിവർത്തനം ചെയ്തത് ആരാണ്? അബ്ദുള്ള അൽ ബാറൂൺ. ഓർത്തുവയ്ക്കുക, 2024 അറബിയിലേക്ക് രാമായണവും മഹാഭാരതവും വിവർത്തനം ചെയ്ത വ്യക്തിയാണ് അബ്ദുള്ള അൽ ബാറൂൺ. നെക്സ്റ്റ്, താഴെ തട്ടിലുള്ള ഭരണം ശാക്തീകരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? വികസിത് പഞ്ചായത്ത് കർമ്മയോഗി. താഴെ തട്ടിലുള്ള ഭരണം ശാക്തീകരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് വികസിത് പഞ്ചായത്ത് കർമ്മയോഗി. നെക്സ്റ്റ്, 2024 കേരള നിയമസഭാ അവാർഡിന് അർഹനായത് ആരാണ്? M മുകുന്ദൻ. 2024 കേരള നിയമസഭാ അവാർഡിന് അർഹനായ വ്യക്തിയാണ് M മുകുന്ദൻ. അദ്ദേഹത്തിൻ്റെ സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരമാണ് അദ്ദേഹത്തിന് 2024 കേരള നിയമസഭാ അവാർഡിലൂടെ ലഭിച്ചത്. ഓക്കെ, 2024 കേരള നിയമസഭാ അവാർഡിന് അർഹനായത് M മുകുന്ദനാണ്. സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കാണ് അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം ലഭ്യമായതെന്ന് കൂടി ഓർക്കുക. നെക്സ്റ്റ്, അടുത്തിടെ ക്യാൻസർ വാക്സിൻ വികസിപ്പിച്ച രാജ്യം. ആൻസർ റഷ്യ. അടുത്തിടെ ക്യാൻസർ വാക്സിൻ വികസിപ്പിച്ച രാജ്യമാണ് റഷ്യ. നെക്സ്റ്റ്, ഗൂഗിൾ ഇന്ത്യയുടെ പുതിയ മാനേജർ ആൻഡ് വൈസ് പ്രസിഡൻ്റായി ചുമതലയേറ്റത് ആരാണ്? പ്രീതി ലോബാന. ഗൂഗിൾ ഇന്ത്യയുടെ പുതിയ മാനേജർ ആൻഡ് വൈസ് പ്രസിഡൻ്റ് ആയി ചുമതലയേറ്റ വ്യക്തിയാണ് പ്രീതി ലോബാന. നെക്സ്റ്റ്, 2025 വേൾഡ് ബോക്സിംഗ് കപ്പ് ഫൈനലിനും വേൾഡ് ബോക്സിംഗ് കോൺഗ്രസിനും വേദിയാകുന്നത് എവിടെയാണ്? ഇന്ത്യയിലാണ്. ഓർത്തുവയ്ക്കുക, 2025 വേൾഡ് ബോക്സിംഗ് കപ്പ് ഫൈനലിനും വേൾഡ് ബോക്സിംഗ് കോൺഗ്രസിനും വേദിയാകുന്നത് ഇന്ത്യയാണെന്ന് ഓർക്കുക. നെക്സ്റ്റ്, 2024 ഡിസംബറിൽ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മുൻ വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ്? രേഖ ശർമ്മ. 2024 ഡിസംബറിൽ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മുൻ വനിതാ കമ്മീഷൻ അധ്യക്ഷയാണ് രേഖ ശർമ്മ. നെക്സ്റ്റ്, ഉപഭോക്തൃ പരാതികൾ എളുപ്പത്തിൽ ഫയൽ ചെയ്യാൻ ദേശീയ ഉപഭോക്തൃ ഹെൽപ്പ് ലൈൻ വെബ്സൈറ്റിൽ ആരംഭിച്ച ചാറ്റ് ബോട്ട് ഏതാണ്? ജാഗൃതി. ഉപഭോക്തൃ പരാതികൾ എളുപ്പത്തിൽ ഫയൽ ചെയ്യാൻ ദേശീയ ഉപഭോക്തൃ ഹെൽപ്പ് ലൈൻ വെബ്സൈറ്റിൽ ആരംഭിച്ച ചാറ്റ് ബോട്ടാണ് ജാഗൃതി. നെക്സ്റ്റ്, അടുത്തിടെ അന്റാർട്ടിക്കയിലെ ലാസ്മാൻ ഹിൽസിൽ അന്തരീക്ഷ നിരീക്ഷണ കേന്ദ്രം ആരംഭിച്ചത് ചൈനയാണ്. ഓർത്തുവയ്ക്കുക, അടുത്തിടെ അന്റാർട്ടിക്കയിലെ ലാസ്മാൻ ഹിൽസിൽ അന്തരീക്ഷ നിരീക്ഷണ കേന്ദ്രം ആരംഭിച്ചത് ചൈനയാണെന്ന് ഓർക്കുക.
നെക്സ്റ്റ്, വിമാനത്താവളത്തിൽ യാത്രക്കാർക്ക് മിതമായ നിരക്കിൽ ഭക്ഷണം നൽകുന്നതിനായി ആരംഭിക്കുന്ന സംരംഭം എന്താണ്? ഉഡാൻ യാത്രി കഫേ. വിമാനത്താവളത്തിൽ യാത്രക്കാർക്ക് മിതമായ നിരക്കിൽ ഭക്ഷണം നൽകുന്നതിനായി ആരംഭിച്ച സംരംഭമാണ് ഉഡാൻ യാത്രി കഫേ. നെക്സ്റ്റ്, 2024 തിരുവിതാംകൂർ കൊച്ചി ദേവസ്വം ബോർഡുകളുടെ ഓംബുഡ്സ്മാനായി നിയമിതനായത് ആരാണ്? കെ രാമകൃഷ്ണൻ. 2024 തിരുവിതാംകൂർ കൊച്ചി ദേവസ്വം ബോർഡുകളുടെ ഓംബുഡ്സ്മാനായി നിയമിതനായ വ്യക്തിയാണ് കെ രാമകൃഷ്ണൻ. നെക്സ്റ്റ്, വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പുതിയ ലൊക്കേഷൻ കോഡ് എന്താണ്? INTRV01. ഓർത്തുവയ്ക്കുക, വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പുതിയ ലൊക്കേഷൻ കോഡാണ് INTRV01. IN എന്നത് ഇന്ത്യയെയും TRV എന്നത് തിരുവനന്തപുരത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇതിനു മുൻപ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ലൊക്കേഷൻ കോഡ് എന്തായിരുന്നു? INNYY1 എന്നായിരുന്നു. അതായത് IN സൂചിപ്പിക്കുന്നത് ഇന്ത്യയെയും NYY സൂചിപ്പിക്കുന്നത് നെയ്യാറ്റിൻകരയുമാണെന്ന് ഓർക്കുക. ഓക്കെ, വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പുതിയ ലൊക്കേഷൻ കോഡാണ് INTRV01. പഴയ ലൊക്കേഷൻ കോഡ് INNYY1 എന്നാണ്. ഓക്കെ, അപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പുതിയ ലൊക്കേഷൻ കോഡ് എന്താണ്? INTRV01. മറന്നു പോകരുത്. നെക്സ്റ്റ്, സൗരോർജ്ജ വൈദ്യുത സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ MSME സംരംഭങ്ങൾക്ക് വേണ്ടി ആദ്യ സമഗ്ര സഹകരണ വായ്പാ പദ്ധതി തയ്യാറാക്കുന്ന ബാങ്ക് ഏതാണ്? ഫെഡറൽ ബാങ്ക്. സൗരോർജ്ജ വൈദ്യുത സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ MSME സംരംഭങ്ങൾക്ക് വേണ്ടി ആദ്യ സമഗ്ര സഹകരണ വായ്പാ പദ്ധതി തയ്യാറാക്കുന്ന ബാങ്കാണ് ഫെഡറൽ ബാങ്ക്. നെക്സ്റ്റ്, 2023 ഇന്ത്യൻ ഫോറസ്റ്റ് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ്. 2023 ഇന്ത്യൻ ഫോറസ്റ്റ് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള സംസ്ഥാനം ആൻസർ മധ്യപ്രദേശ്. 2ാം സ്ഥാനം അരുണാചൽ പ്രദേശ്. 3ാം സ്ഥാനം ഛത്തീസ്ഗഡ്. ഓർത്തുവയ്ക്കുക, 2023 ഇന്ത്യൻ ഫോറസ്റ്റ് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ്. 2ാം സ്ഥാനത്ത് അരുണാചൽ പ്രദേശും 3ാം സ്ഥാനത്ത് ഛത്തീസ്ഗഡുമാണെന്ന് ഓർക്കുക. അതുപോലെ 2023 ഇന്ത്യൻ ഫോറസ്റ്റ് റിപ്പോർട്ട് പ്രകാരം ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ളത് എവിടെയാണ്? ലക്ഷദ്വീപിലാണ്. 91.33% ലക്ഷദ്വീപിൽ വനം ഉള്ളത്. ഓർത്തുവയ്ക്കുക. 2ാം സ്ഥാനം മിസോറാമിലും 3ാം സ്ഥാനം ആൻഡമാൻ നിക്കോബാറിലുമാണ്. അപ്പോൾ 2023 ഇന്ത്യൻ ഫോറസ്റ്റ് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള സംസ്ഥാനം മധ്യപ്രദേശും അതുപോലെ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനം ഉള്ളത് ലക്ഷദ്വീപിലുമാണെന്ന് ഓർക്കുക, മാറിപ്പോവരുത്. നെക്സ്റ്റ്, 2024 ഡിസംബറിൽ അന്തരിച്ച ഇന്ത്യൻ ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത്തുമായ വ്യക്തി ആരാണ്? ശ്യാം ബെനഗൽ. 2024 ഡിസംബറിൽ അന്തരിച്ച ഇന്ത്യൻ ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത്തുമായ വ്യക്തിയാണ് ശ്യാം ബെനഗൽ. നെക്സ്റ്റ്, ദേശീയ പരിപാടികളെക്കുറിച്ചുള്ള വിവരങ്ങൾ പൗരന്മാർക്ക് എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിനായി പ്രതിരോധ മന്ത്രാലയം ആരംഭിച്ച വെബ്സൈറ്റ് അറിയപ്പെടുന്ന പേര് രാഷ്ട്രപർവ്. ഓർത്തുവയ്ക്കുക, ദേശീയ പരിപാടികളെക്കുറിച്ചുള്ള വിവരങ്ങൾ പൗരന്മാർക്ക് എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിനായി പ്രതിരോധ മന്ത്രാലയം ആരംഭിച്ച വെബ്സൈറ്റാണ് രാഷ്ട്രപർവ്. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, എയ്ഡ്സ് രോഗബാധിതരുടെ എണ്ണം 0 എത്തിക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കേരള സർക്കാരിൻ്റെ ക്യാമ്പയിൻ 1-0. ഓർത്തുവയ്ക്കുക, എയ്ഡ്സ് രോഗബാധിതരുടെ എണ്ണം 0 എത്തിക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കേരള സർക്കാരിൻ്റെ ക്യാമ്പയിനാണ് 1-0. നെക്സ്റ്റ്, ഇന്ത്യയിലെ ആദ്യ സീറോ വേസ്റ്റ് എയർപോർട്ട് ഏതാണ്? ഇൻഡോർ എയർപോർട്ട്. ഇന്ത്യയിലെ ആദ്യ സീറോ വേസ്റ്റ് എയർപോർട്ടാണ് ഇൻഡോർ എയർപോർട്ട്. നെക്സ്റ്റ്, റെയിൽവേ ബോർഡിലെ നിയമസാധുതയും കൂടുതൽ അധികാരങ്ങളും ഉറപ്പാക്കുന്ന റെയിൽവേ ഭേദഗതി ബില്ല് ലോക്സഭ പാസാക്കിയത് എന്നാണ്? 2024 ഡിസംബർ 11. റെയിൽവേ ബോർഡിലെ നിയമസാധുതയും കൂടുതൽ അധികാരങ്ങളും ഉറപ്പാക്കുന്ന റെയിൽവേ ഭേദഗതി ബില്ല് ലോക്സഭ പാസാക്കിയത് 2024 ഡിസംബർ 11 ഓർക്കുക. നെക്സ്റ്റ്, ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ സർഗാത്മക കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാൻ സാമൂഹ്യനീതി വകുപ്പ് ആരംഭിക്കുന്ന കലാ ട്രൂപ്പ് അനന്യം. ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ സർഗാത്മക കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാൻ സാമൂഹ്യനീതി വകുപ്പ് ആരംഭിക്കുന്ന കലാ ട്രൂപ്പിൻ്റെ പേരാണ് അനന്യം. നെക്സ്റ്റ്, മേജർ ലീഗ് സോക്കറിലെ 2024 സീസണിലെ മൂല്യമേറിയ താരത്തിനുള്ള പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ലയണൽ മെസ്സി. ഓർത്തുവയ്ക്കുക, മേജർ ലീഗ് സോക്കറിലെ 2024 സീസണിലെ മൂല്യമേറിയ താരത്തിനുള്ള പുരസ്കാരത്തിന് അർഹനായത് അർജന്റീനിയൻ താരമായ ലയണൽ മെസ്സിയാണ്. നെക്സ്റ്റ്, വനിതാ ജൂനിയർ ഏഷ്യ കപ്പ് ഹോക്കി 2024 മത്സരത്തിൽ വിജയിച്ചത് ആരാണ്?
ഇന്ത്യ. വനിതാ ജൂനിയർ ഏഷ്യ കപ്പ് ഹോക്കി 2024 മത്സരത്തിൽ വിജയിച്ചത് ഇന്ത്യ. നെക്സ്റ്റ്, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വഴി ലഭിക്കുന്ന ജോലികളെ കുറിച്ച് കേന്ദ്ര സർക്കാരിനെ നേരിട്ട് പരാതി അറിയിക്കാൻ സഹായിക്കുന്ന ആപ്പ്. ജൻമൻ രേഖ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വഴി ലഭിക്കുന്ന ജോലികളെക്കുറിച്ച് കേന്ദ്ര സർക്കാരിനെ നേരിട്ട് പരാതി അറിയിക്കാൻ സഹായിക്കുന്ന ആപ്പാണ് ജൻമൻ രേഖ. നെക്സ്റ്റ്, ലോകത്തിൽ ആദ്യമായി $400 ബില്യൺ ആസ്തി മറികടന്ന വ്യക്തി ആരാണ്? ഇലോൺ മസ്കാണ്. ഓർത്തുവെക്കുക, ലോകത്തിൽ ആദ്യമായി $400 ബില്യൺ ആസ്തി മറികടന്ന വ്യക്തിയാണ് ഇലോൺ മസ്ക്. നെക്സ്റ്റ്, മലയാള സിനിമയുടെ ആദ്യ നായിക PK റോസിയുടെ സ്മരണാർത്ഥം 29ാമത് IFFKയിൽ പ്രദർശിപ്പിച്ച സിഗ്നേച്ചർ ഫിലിം ഏതാണ്? സ്വപ്നായനം. മലയാള സിനിമയുടെ ആദ്യ നായിക PK റോസിയോടുള്ള സ്മരണാർത്ഥം 29ാമത് IFFKയിൽ പ്രദർശിപ്പിച്ച സിഗ്നേച്ചർ ഫിലിമാണ് സ്വപ്നായനം. സംവിധാനം ചെയ്തിരിക്കുന്നത് KO അഖിലാണ്. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, ജമ്മു കാശ്മീരിൻ്റെ അതിർത്തി ഗ്രാമങ്ങളിൽ മൊബൈൽ സേവനങ്ങൾ നൽകുന്ന ആദ്യ സ്വകാര്യ ടെലികോം കമ്പനി ഏതാണ്? എയർടെൽ. ജമ്മു കാശ്മീരിൻ്റെ അതിർത്തി ഗ്രാമങ്ങളിൽ മൊബൈൽ സേവനങ്ങൾ നൽകുന്ന ആദ്യ സ്വകാര്യ ടെലികോം കമ്പനിയാണ് എയർടെൽ. നെക്സ്റ്റ്, അടുത്തിടെ പട്ടാള നിയമം പ്രഖ്യാപിക്കുകയും എന്നാൽ ജനരോക്ഷത്തെ തുടർന്ന് പിൻവലിക്കുകയും ചെയ്ത രാജ്യം ഏതാണ്? ദക്ഷിണ കൊറിയ. അടുത്തിടെ പട്ടാള നിയമം പ്രഖ്യാപിക്കുകയും എന്നാൽ ജനരോക്ഷത്തെ തുടർന്ന് പിൻവലിക്കുകയും ചെയ്ത രാജ്യമാണ് ദക്ഷിണ കൊറിയ. നെക്സ്റ്റ്, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി 2024 വാക്കായി തിരഞ്ഞെടുത്തത്. ആൻസർ ബ്രെയിൻ റോട്ട്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി 2024 വാക്കായി തിരഞ്ഞെടുത്തത് ബ്രെയിൻ റോട്ട്.